നമ്മളങ്ങനെ പൂര വിളംബരം കാണാൻ വന്നേക്കേട്ടാ. അങ്ങോട്ട് കളറാക്കാം നമുക്ക്. ഈ റോഡിന്റെ അറ്റത്ത് നോക്കി കഴിഞ്ഞാൽ ദാ കാണുന്നില്ലേ, ദാ കാണുന്നതാണ് വടക്കുന്നാഥ ക്ഷേത്രം. വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയാണ് ആ കാണുന്നത്, കണ്ടില്ലേ? നമ്മളിന്ന് തൃശ്ശൂരിന്റെ മണ്ണിലാണ്ട്ടാ. ആവേശജനകമായി നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി വരുന്ന പൂരവിളംബരം കാണാൻ അങ്ങനെ നമ്മൾ വന്നേക്കാണ് ഇവിടെ. വെയിലിന്റെ തീഷ്ണതയുള്ള ചൂടൊന്നും നമ്മളെ ബാധിക്കണില്ലാട്ടാ. ഈ വെയിലുണ്ടല്ല, ഈ വെയിൽ എത്ര ചൂട് അങ്ങോട്ട് കൂട്ടി എറിഞ്ഞാലും നമ്മളൊന്നും കാര്യാക്കണില്ലാട്ടാ. നമുക്ക് ഇന്ന് പൂരവിളംബരം അങ്ങോട്ട് കാണാം. എറണാകുളത്തുകാരൻ നമ്മുടെ ഗജവീരൻ ശിവകുമാർ അങ്ങനെ നെയ്തലക്കാവിലമ്മയുമായിട്ട് ഗോപുരനട വാതിൽ തുറന്നു വരുന്നത് കാണാനാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കാത്തു നിൽക്കുന്നത്. കണ്ടില്ലേ, ഒരേ മനമായിട്ട് എത്ര എത്ര പേരാ നോക്കി ഇവിടെ കൂടിയിരിക്കുന്നത്. എല്ലാവരും അങ്ങനെ കാത്തു കാത്തു നിൽക്കുകയാണ്. ഈ തൃശ്ശൂർ പൂരം 2024 വർഷത്ത് എത്തി നിൽക്കുന്ന ഈ തൃശ്ശൂർ പൂരം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 224ാമത്തെ തൃശ്ശൂർ പൂരമാണ്. ഈ പൂരത്തിന്, തൃശ്ശൂരിന്റെ മനമായി മാറുന്ന ഈ പൂരത്തിന് തടസ്സം നേരിട്ടത് 7 വട്ടമാണ്. 1920 തൃശ്ശൂർ അങ്ങാടിയിലുണ്ടായ വലിയൊരു വഴക്കിലാണ് ആദ്യം പൂരം തടസ്സപ്പെട്ടത്. പിന്നെ 1930 വില്ലന്റെ റോളിൽ കനത്ത മഴയങ്ങ് പെയ്തത് മൂലം പൂരം തടസ്സപ്പെടുകയുണ്ടായി. 1943 ഇന്ത്യൻ നേതാക്കൾ കിറ്റിന്റെ സമരവുമായി ബന്ധപ്പെട്ട് തടവിലാക്കപ്പെട്ടതിനെ പ്രതിഷേധിച്ച് പൂരം മുടങ്ങുകയുണ്ടായി. 1948 മഹാത്മാഗാന്ധിയുടെ മരണമുണ്ടായി. 1957 വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് ഹൈക്കോടതിയുടെ കൃത്യമായി വിശദീകരണം നൽകാത്തതിനാൽ 1958 പൂരം മുടങ്ങി. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ പൂരം തടസ്സപ്പെട്ടു. 2020 വന്ന കോവിഡ് എന്ന മഹാമാരി കാരണം പൂരം മുടങ്ങി. അങ്ങനെ ആഘോഷങ്ങളൊക്കെ പലപ്പോഴായിട്ട് തടസ്സപ്പെട്ടെങ്കിലും ഈ വർഷങ്ങളിലെല്ലാം ചടങ്ങ് വേണ്ടവിധം പൂർത്തീകരിക്കുകയുണ്ടായിട്ടുണ്ട്. 1000-ലധികം വർഷം പഴക്കമുള്ള നമ്മുടെ വടക്കുന്നാഥന്റെ മുറ്റത്ത് 600-400 കൊല്ലത്തിലധികം പഴക്കമുള്ള 2 അമ്പലങ്ങളിലെ ദേവിമാർ അങ്ങോട്ട് വന്നിട്ട് കുറച്ച് അമ്പലങ്ങളെയും കൂട്ടി അങ്ങോട്ട് മേളിക്കുന്നതാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് ഒറ്റ വാക്കി പറയാൻ പറ്റും. എന്നാൽ നമുക്ക് ഒറ്റ വാക്കിൽ അങ്ങോട്ട് ഒതുക്കാതെ തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രം അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ നമ്പർ 1 പൂരമായിട്ട് നിലനിന്ന ആറാട്ടുപുഴ പൂരം അങ്ങോട്ട് തിരഞ്ഞു പോകേണ്ടി വരും. കാരണം ആദ്യത്തെ പൂരം എന്ന് പറയുന്നത് ആറാട്ടുപുഴ പൂരം വരുന്നത്. ആറാട്ടുപുഴ പൂരം എന്ന് പറഞ്ഞാൽ ദേവസംഗമം എന്നാണ് അറിയപ്പെടുന്നത്. എന്നും മീനമാസത്തിലെ പൂരം നാളിൽ ആറാട്ടുപുഴ പൂരം അങ്ങോട്ട് അരങ്ങേറും. നമ്മുടെ നെയ്തലക്കാവിലമ്മ ഒഴികെ മറ്റു ക്ഷേത്രങ്ങളായിട്ടുള്ള കണിമംഗലം കണ്ണനും പനമുക്കമ്മിള്ളി ശാസ്താവും മറ്റു ഭഗവതി ക്ഷേത്രങ്ങളായിട്ടുള്ള ലാലൂര്, പൂക്കാട്ടിക്കര കാരമുക്ക് ക്ഷേത്രവും ചെമ്പൂക്കാവും അയ്യന്തോളും ചൂരക്കാട്ടുകാവ് ഭഗവതിയും അങ്ങനെ ഈ പറഞ്ഞ ഭഗവതി ക്ഷേത്രങ്ങളൊക്കെ കൂടി സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ആറാട്ടുപുഴ ഉത്സവത്തിനായിരുന്നു പങ്കെടുത്തിരുന്നത്. ജനസമുദ്രം തന്നെ ആറാട്ടുപുഴ പൂരത്തിന് ഉണ്ടായെന്ന് പറയാം. 2 നൂറ്റാണ്ട് മുമ്പ് കനത്ത വെള്ളപ്പൊക്കം അങ്ങനെ ഉണ്ടായി. കനത്ത വെള്ളപ്പൊക്കത്തിന് കാരണം നിർത്താതെയുള്ള മഴയായിരുന്നു. അന്ന് ആ നിർത്താതെയുള്ള മഴ പെയ്ത സമയത്ത് ഇവർക്ക് ശരിക്കും കൃത്യസമയത്ത് പൂരത്തിന് അങ്ങോട്ട് എത്താൻ സാധിച്ചില്ല. പക്ഷേ ഈ ഘടകക്ഷേത്രങ്ങളൊക്കെ കാത്തു നിൽക്കാതെ തന്നെ ആറാട്ടുപുഴ പൂരം അങ്ങോട്ട് ഗംഭീരമായി നടത്തുകയും ചെയ്തു. അങ്ങനെ ചൊരിഞ്ഞു വീണ പേമാരി വക വയ്ക്കാതെ പൂരത്തിന് വൈകിയാണെങ്കിൽ എത്തിച്ചേർന്നപ്പോൾ അവിടുത്തെ നാടുവാഴി ഇവരെ തടഞ്ഞു. ഇനി തൊട്ട് നിങ്ങളാരും ഈ പൂരത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് നാടുവാഴി അങ്ങോട്ട് അറിയിച്ചു. അതൊരു സങ്കടകരമായ തീരുമാനമായിരുന്നു. ദാ ഇത് നോക്കിയേ, ഈ മോന്റെ കവുങ്ങിൽ കയറ്റം കണ്ട സൂപ്പർ അല്ലേ? പൂരവിളംബരം കാണാൻ വന്നതിന്റെ ആവേശത്തോടു കൂടി തന്നെ അടിപൊളിയായിട്ട് പുള്ളി സ്റ്റൈലോട് കൂടി ഈ മോൻ കാണിക്കണ നോക്കിയേ. ഈ മണ്ണിൽ കുടിച്ചിട്ടിരിക്കുന്ന ഈ കഴയമ്മ കൂടി കണ്ട ചവിട്ടി കയറി ആഹാ അടിപൊളിയായിട്ട് പുള്ളി അവിടെ ആനന്ദിക്കുകയാണ്. ഒരു രസം. ഇതൊക്കെ തന്നെയാണ് പൂരത്തിൻ്റെതായ ഒരു രസം. കണ്ട അങ്ങനെ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുപ്പിക്കാതെ മനം നോവിച്ച് വിട്ടതിന്റെ അപമാനഭാരം ഉള്ളിലിരുന്ന് തീ പോലെ വിങ്ങി. അതൊരു പ്രതികാരമായിട്ട് അങ്ങനെ മനസ്സിൽ കിടന്ന് വളരുകയും ചെയ്തു. ഉടനെ തന്നെ ഈ ക്ഷേത്രങ്ങളും കുട്ടനെല്ലൂർ ക്ഷേത്രവും അവിടുത്തെ നാടുവാഴിയൊക്കെ ചേർന്ന് വേഗത്തിലൊരു പൂരം അങ്ങോട്ട് തൃശ്ശൂർ സംഘടിപ്പിച്ചു. പക്ഷെ ആ പൂരം അധികം നാൾ അങ്ങനെ നിലനിന്നില്ല. കാരണം പെട്ടെന്ന് തന്നെ ഈ നാടുവാഴികൾ തമ്മിൽ ബദ്ധവൈരികളായിട്ട് മാറി. അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പിണക്കം അങ്ങോട്ട് ഉണ്ടായി. പിന്നീട് അതിൻ്റെ പേരിൽ ഈ പൂരം തന്നെ മുടങ്ങിപ്പോയി എന്ന് പറയാം.
അങ്ങനെ പൂരങ്ങൾ മുടങ്ങിപ്പോയതിന്റെ സങ്കടവും ആറാട്ടുപുഴ പൂരത്തിൽ നിന്ന് ഇറക്കി വിട്ടതിന്റെ അപമാനഭാരവും ഒക്കെ കൂടി ആയി കഴിഞ്ഞപ്പോ ഈ ക്ഷേത്രങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനം അങ്ങോട്ട് എടുത്ത് നമുക്ക് കൊച്ചി രാജാവായ രാമവർമ്മ കുഞ്ഞിപ്പിള്ള തമ്പുരാനെ ചെന്ന് ഈ കാര്യം അങ്ങോട്ട് സങ്കടം ബോധിപ്പിക്കാം എന്നങ്ങോട്ട് തീരുമാനം അങ്ങോട്ട് എടുത്തവര്. അങ്ങനെ തൃശ്ശൂരിലെ വടക്കേച്ചിറ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന ശക്തൻ തമ്പുരാനെ എല്ലാവരും ചെന്ന് കണ്ടു. രാമവർമ്മ കുഞ്ഞിപ്പിള്ള തമ്പുരാൻ എന്ന ശക്തൻ തമ്പുരാന്റെ മുന്നിൽ ചെന്ന് ഈ കാര്യം അങ്ങോട്ട് ബോധിപ്പിച്ചു. ശക്തൻ തമ്പുരാൻ ഇതെല്ലാം അങ്ങോട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനം അങ്ങോട്ട് എടുത്തു. നമ്മുടെ ഈ തൃശ്ശൂരിലെ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള പ്രമുഖമായിട്ടുള്ള 10 ക്ഷേത്രങ്ങളെ അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കാം. അതാണ് ആദ്യമായിട്ട് ശക്തൻ തമ്പുരാൻ ചെയ്തത്. തൃശ്ശൂരിൽ വലിയൊരു പൂരം നടത്താൻ അങ്ങോട്ട് തീരുമാനിച്ചു. അതിനു മുമ്പായിട്ട് ഈ 10 ക്ഷേത്രങ്ങളെ 2 പക്ഷങ്ങളായിട്ട് വിഭജിച്ചു. ആദ്യത്തെ ഒരു സംഘം പടിഞ്ഞാറ് സംഘം എന്ന് പേരിട്ട് കൊടുത്തു. അതിൽ തിരുവമ്പാടി, കണിമംഗലം, ലാലൂര്, അയ്യന്തോട്, നെയ്തലക്കാവ് എന്നീ അമ്പലങ്ങളാണ് ചേർത്തത്. പക്ഷെ അതിൽ നിന്ന് പിന്നീട് കണിമംഗലം കിഴക്കേ സംഘത്തിലേക്ക് മാറുകയുണ്ടായി. കിഴക്കേ സംഘത്തിലുള്ളത് പാറമേക്കാവ്, പൂക്കോട്ടിക്കര കാരമുക്ക് ക്ഷേത്രം, ചെമ്പൂക്കാവ്, ചൂരക്കോട്ടുകാവ്, പനമുക്കംപിള്ളി എന്നീ അമ്പലങ്ങളായിരുന്നു കിഴക്കേ സംഘത്തിലുള്ളത്. വടക്കുന്നാഥന്റെ മണ്ണിൽ 2 മീറ്റർ ചുറ്റളവിൽ നടക്കുന്ന ഈ പൂരങ്ങളുടെയൊക്കെ മേൽനോട്ടം തിരുവമ്പാടിക്കാരെയും പാറമേക്കാവുകാരെയും അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ശക്തൻ തമ്പുരാൻ അന്ന് തീരുമാനിച്ചുറപ്പിച്ച ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഇന്നും ഒരു മാറ്റവും ഇല്ല കേട്ടാ. ഇന്നും അതിലൊരു ചെറുമണി പോലും വ്യത്യാസം വരാതെ നടത്തിപ്പോരുകയാണ്. അങ്ങനെ 1000 വർഷം പഴക്കമുള്ള ആറാട്ടുപുഴ പൂരത്തിന് മുന്നിലൂടെ വേഗത്തിൽ അങ്ങനെ ജനശ്രദ്ധയെ ആകർഷിച്ച് ലോകം മുഴുവൻ അറിയപ്പെടാനായിട്ട് തൃശ്ശൂർ പൂരം അങ്ങോട്ട് മാതൃകയായിട്ട് മാറി. പൂരങ്ങളുടെ മാതാവ് എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരമാണ്. പൂരങ്ങളുടെ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂർപ്പേരൂർ പൂരമാണ്. എല്ലാം കൊണ്ട് പൂരം എന്ന് പറഞ്ഞാൽ നല്ല പെടക്കണ പൂരം. തെക്കേ ഗോപുര നടവാതിക്കലുള്ള കാത്തുനിൽപ്പിലാണ് എല്ലാവരുടെ കൈകളിൽ ഉയർത്തിപ്പിടിച്ച ക്യാമറകളും സ്റ്റിക്കുകളും നിറയെ മൊബൈൽ ക്യാമറ കണ്ണുകളായിട്ട് അങ്ങനെ ഓരോ ദൃശ്യങ്ങളും അങ്ങനെ ഒപ്പിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. പൂരത്തിന്റെ ആവേശം കൊടുമ്പിരി കൊള്ളുന്ന നേരെ എവിടെ നിന്ന് തുടങ്ങണമെന്ന് വെച്ചാൽ അത് ഇവിടെ നിന്നാണെന്ന് പറയാം. എത്രയേറെ വിയർത്തൊഴിയാലും വേണ്ടില്ല, ഇവിടുത്തെ നിൽപ്പ് മാറാൻ പോണില്ല. കാരണം എറണാകുളത്തുകാരനായ ഗജവീരൻ ശിവകുമാറിന്റെ തലയെടുപ്പുള്ള ആ നടപ്പിൽ അങ്ങനെ തെക്കേ നടവാതിൽ തുറക്കുന്നതും നെയ്തലക്കാവിലമ്മയുടെ പൂരവിളംബരവുമായി കടന്നു വരുന്നതും കാത്ത് അങ്ങനെ എല്ലാവരും ഒരൊറ്റ മനസ്സോടെ കാത്തു നിൽക്കുകയാണ് ഇവിടെ. നിമിഷ നേരം കൊണ്ട് കൂടി വരുന്ന മനുഷ്യ വലയമാണ് ഇവിടെ. കണ്ടില്ലേ എത്ര പെട്ടെന്നാണെന്ന് നോക്കിയാൽ എല്ലാവരും ഇവിടെ വന്ന് നിറഞ്ഞത്. ഇത് നോക്കിയേ, ഈ മുറ്റമാകെ, ഈ വടക്കുന്നാഥന്റെ മുറ്റമാകെ ജനസഞ്ചയമായി മാറി. കാത്ത് അങ്ങനെ നിന്ന കാത്തിരിപ്പിന് ഒടുവിലായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അമ്മ വന്നു കഴിഞ്ഞു. നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി ഗജവീരൻ ശിവകുമാർ ദേ തെക്കേ ഗോപുരവാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇതാ കണ്ടില്ലേ. നെയ്തലക്കാവിലമ്മയുടെ അനുഗ്രഹം ചൊരിഞ്ഞുള്ള ഈ വരവ് കണ്ട സന്തോഷ നിമിഷങ്ങൾ ഏവരിലും പൂവിട്ട് നിൽക്കുകയാണ് ഇവിടെ. അതിരറ്റ ആനന്ദം, പൂരവിളംബരത്തിന്റെ മഹനീയമായ മുഹൂർത്തം. സുന്ദരമായ കാഴ്ച തന്നെയാണ്. ശിവകുമാറിന്റെ മേലിരുന്ന് നെയ്തലക്കാവിലമ്മ പൂരവിളംബരം നടത്തിയതേ കടന്നു വരികയാണ്. ഒരു സുന്ദരമായ കാഴ്ച. മനസ്സ് തിരതല്ലി ആനന്ദിക്കുകയാണ് ഇവിടെ. അങ്ങനെ ആറാട്ടുപുഴ പൂരത്തെ വെല്ലുവിളിച്ച് ഒരു കനത്ത തിരിച്ചടിക്ക് പ്രതികാരമായി ഒരുക്കിയ തൃശ്ശൂർ പൂരം 1797 ശക്തൻ തമ്പുരാൻ ഒരുക്കിയ തൃശ്ശൂർ പൂരം. അങ്ങനെ പ്രിയപ്പെട്ട തൃശ്ശൂർ പൂരത്തിന്റെ പിതാവായി ശക്തൻ തമ്പുരാൻ അറിയപ്പെടുന്നു. കൂടെ കൂട്ടാത്ത ആറാട്ടുപുഴ പൂരത്തിന് ഇനി പോകേണ്ടതില്ല എന്നുള്ള ആജ്ഞയിൽ പിറവിയെടുത്ത വികാരമായി അങ്ങനെ പൂരം നിലനിൽക്കുകയാണ് ഇപ്പോഴും.
അങ്ങനെ നെയ്തലക്കാവിലെ അമ്മയുടെ വരവോടുകൂടി തെക്കേ ഗോപുരനട തുറന്നുള്ള വരവോടുകൂടി പൂര വിളംബരം ആരംഭിച്ചു എന്ന് പറയാം. പൂരനാടിൽ നമ്മുടെ കണിമംഗലം ശാസ്താവ് തെക്കേ ഗോപുരം കടന്ന് വടക്കുംനാഥ സന്നിധിയിലേക്ക് എത്തിച്ചേരുമ്പോൾ പൂരവിസ്മയത്തിന് തുടക്കമാകും. അതിന് പുറമെ പനമുക്കംപിള്ളി ശാസ്താവിൻ്റെ പൂരം കിഴക്കേ ഗോപുരം കടന്ന് പടിഞ്ഞാറേ ഗോപുരം വഴി കടന്നു പോകും. മൂന്നാമത് വരുന്നത് ആരാന്നറിയാം? മൂന്നാമത് വരുന്നത് ചെമ്പൂക്കാവ് ഭഗവതിയുടെ പൂരമാണ്. കിഴക്കേ ഗോപുരം കടന്ന് ചെമ്പൂക്കാവ് ഭഗവതി അങ്ങനെ വടക്കുന്നാഥൻ്റെ ശ്രീമൂല സ്ഥാനത്ത് പോകാതെ തെക്കേ ഗോപുര നട വഴി ഇറങ്ങി അങ്ങോട്ട് പോകും. കൂടാതെ പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതിയുടെ പൂരവും ലാലൂർ ഭഗവതിയുടെ പൂരവും ചൂരക്കോട്ട് ഭഗവതിയുടെ പൂരവും കഴിഞ്ഞാൽ പിന്നെ പൂര വിളംബരത്തിന് അനുവാദം ചോദിച്ചു വന്ന നെയ്തലക്കാവിലമ്മയുടെ പൂരമാണ്. അവസാനത്തെ ഘടകപൂരമായിട്ട് അങ്ങനെ നെയ്തലക്കാവിലമ്മയുടെ പൂരം വടക്കുന്നാഥനെ മടങ്ങി തിരിച്ചു പോകും. കെട്ടിലും മട്ടിലും തനിമ ഒട്ടും ചോർന്നു പോകാതെ തന്നെ നമ്മുടെ തൃശ്ശൂർ പൂര വിളംബരം അങ്ങോട്ട് കളറാക്കി മാറ്റിയിട്ടുണ്ട്. വടക്കുന്നാഥൻ്റെ മണ്ണിൽ അങ്ങനെ ചവിട്ടി നിന്ന് പ്രിയപ്പെട്ട തേക്കിൻകാട് മൈതാനിയെ സാക്ഷിയാക്കി നമ്മളങ്ങനെ പൂര വിളംബരത്തിൽ പങ്കാളിയായി മാറി. കൊടും പേമാരി പെയ്ത് വീണുണ്ടായ വെള്ളപ്പൊക്കം മൂലം തടസ്സപ്പെട്ടു പോയ കൊല്ലവർഷങ്ങളുടെ പഴമ പേറുന്ന ആ ദിവസത്തിൽ ആറാട്ടുപുഴ പൂരത്തിൽ നിന്നേറ്റ അപമാനത്തിന് പ്രതികാരമായി കത്തിവളർന്ന പൂരവിസ്മയം എന്ന വടക്കുന്നാഥൻ്റെ സ്വന്തം മണ്ണിൽ അരങ്ങേറുന്ന 224ാമത് പൂരവിളംബരം അങ്ങനെ ഇവിടെ ഈ ജനഹർഷങ്ങളുടെ ആരവത്തോടെ വരവേറ്റിരിക്കുന്നു. തേക്കിൻകാട് മൈതാനം പണ്ട് നിബിഡമായ വനമായിരുന്നു. വന്യമൃഗങ്ങൾ വിഹരിച്ചിരുന്നൊരു കാട് തന്നെയായിരുന്നു തേക്കിൻകാട് മൈതാനം. കൊച്ചി രാജാവായ ശക്തൻ തമ്പുരാൻ്റെ ഉത്തരവിലാണ് പിന്നീട് ഈ കാടെല്ലാം വെട്ടിത്തെളിച്ച് തേക്കിൻകാട് മൈതാനം രൂപപ്പെടുത്തിയെടുത്തത്. അന്ന് ശക്തൻ തമ്പുരാൻ കാട് വെട്ടിത്തെളിക്കാൻ ഉത്തരവിടുമ്പോൾ ഒരുപാട് എതിർപ്പുകളും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം വകവയ്ക്കാതെയാണ് ശക്തൻ തമ്പുരാൻ കൊടും കാടിനെ പൂരത്തിന് യോജിച്ച ഈ ഇടമാക്കി മാറ്റിയത്. ദാ ഈ കാണുന്നതാണ് കിഴക്കേ ഗോപുരനട. 4 ഗോപുരനടകൾക്കും വശ്യമായ ആകർഷകമായ ഭംഗിയാണുള്ളത്. പടിഞ്ഞാറേ ഗോപുരനട വഴിയും കിഴക്കേ ഗോപുരനട വഴിയും ക്ഷേത്ര ദർശനത്തിന് അകത്തേക്ക് പ്രവേശനമുണ്ട്. അങ്ങനെ സാധാരണയായിട്ട് എപ്പോഴും അങ്ങനെ തെക്കേ ഗോപുരനടയും വടക്കേ ഗോപുരനടയും അങ്ങനെ എപ്പോഴും തുറക്കാറില്ല. ദാ കണ്ടില്ലേ, ദാ റോഡിനപ്പുറത്ത് കാണുന്നത് കണ്ട, അതാണ് പാറമേക്കാവിലമ്മയുടെ ക്ഷേത്രം. ശ്രീ വടക്കുന്നാഥൻ്റെ ഓങ്കാരമൂർത്തിയായ പരമശിവൻ്റെ പടിഞ്ഞാറേ ഗോപുരനടയിലാണ് നമ്മൾ ഈ നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ ദീപസ്തംഭം കണ്ടില്ലേ, എത്ര ഉയരത്തിലാണ് നിൽക്കണേന്ന് നോക്കിയേ. നല്ല ഭംഗിയില്ല കാണാനായിട്ട്, ഒരു ഐശ്വര്യം തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ. അത്രയേറെ ആനന്ദമാണ് മഹാദേവന് മുന്നിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ. ക്ലാസിക് ശൈലി എന്ന് പറഞ്ഞ ക്ലാസിക് ശൈലി, അത്രയേറെ ചാരുതയാർന്ന വാസ്തുവിദ്യയിൽ അങ്ങനെ നിലനിൽക്കുന്ന ക്ഷേത്രമാണ് വടക്കുന്നാഥ ക്ഷേത്രം. ശ്രീമദ് ദക്ഷിണ കൈലാസം എന്നാണ് ഈ ക്ഷേത്രത്തിന് അറിയപ്പെടുന്നത്. ദക്ഷിണ കൈലാസം പരശുരാമനാൽ നിർമ്മിതമായ പുരാതന കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ആദ്യത്തേതാണ് ഈ ക്ഷേത്രം, ഈ വടക്കുന്നാഥ ക്ഷേത്രം. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവമാണ് മഹാശിവരാത്രി. മഹാശിവരാത്രി ദിവസം ക്ഷേത്രത്തിന് നട അടയ്ക്കാറേയില്ല. 1750 മുതൽ 1762 വരെ തൃശ്ശൂർ ആക്രമിക്കുകയും ക്ഷേത്രത്തിൻ്റെയും നഗരത്തിൻ്റെയും നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തത് കോഴിക്കോട് സാമൂതിരിയായിരുന്നു. പിന്നീട് 1762 തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെ കൊച്ചി മഹാരാജാവ് തൃശ്ശൂരിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും നിയന്ത്രണം തിരിച്ചങ്ങോട്ട് പിടിച്ചു. ശക്തൻ തമ്പുരാൻ കൊച്ചി രാജ്യത്തിൻ്റെ സിംഹാസനത്തിലെത്തിയപ്പോഴാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിന് വളരെ ഉയർച്ചയുണ്ടായത്. കാരണം അദ്ദേഹം വ്യക്തമായ മാറ്റങ്ങൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വരുത്തി. കൊച്ചി രാജ്യത്തിൻ്റെ തലസ്ഥാനം തൃപ്പൂണിത്തുറയിൽ നിന്നും തൃശ്ശൂരിലേക്ക് അദ്ദേഹം മാറ്റി. തൃശ്ശൂരിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളെ തമ്പുരാൻ ഉയർത്തിപ്പിടിച്ചു. തൃശ്ശൂർ നഗരത്തിന് വ്യക്തമായ രൂപകൽപ്പന കൊടുത്തു. ഇവിടെ നമ്മുടെ പൂരനഗരിയിൽ എക്സിബിഷൻ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നീണ്ടു കിടക്കുന്ന എക്സിബിഷനിലേക്ക് കയറാനായിട്ട് പാസ് എടുക്കണം. ഞാനിത് പാസ് എടുത്തിട്ടുണ്ട്. 50 രൂപയാണ് ഒരാൾക്ക് പാസ്.
ഏതെടുക്കണം എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനൊക്കെ ആയിട്ട് പൂരനഗരിയിൽ നിന്നുള്ള ജനങ്ങൾ നിരനിരയായിട്ട് എക്സിബിഷൻ കാണാൻ അങ്ങനെ തിക്കി തിരക്കിയാണ്ട് വന്നിട്ടുണ്ട് ഇവിടെ. അടിപൊളിയായിട്ട് അങ്ങനെ നല്ല തിരക്കാണ് എല്ലാവരുടെയും. എക്സിബിഷനകത്ത് ഒരുപാടേറെ കാഴ്ചകളുണ്ട്. നമ്മൾ കുറച്ച് മാത്രമേ ഇവിടെ ദൃശ്യങ്ങളായിട്ട് പകർത്തിയിട്ടുള്ളൂ. വിപണനമേള ഇവിടെ തകർക്കുകയാണെന്ന് പറയാം. എന്തും വാങ്ങാം, കൈ നിറയെ കാശായിട്ട് വന്നാൽ മാത്രം മതി. ആനമയിലൊട്ടകം, ആഹഹഹ, ഒട്ടുമിക്ക ഐറ്റങ്ങൾ ഉണ്ട് ഇവിടെ. ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് എടുക്കാം. ചടപടാന്നങ്ങനെ തകൃതിയിൽ എല്ലാ കാഴ്ചകളും കണ്ട് അങ്ങനെ നമ്മൾ അങ്ങനെ നീങ്ങുകയാണ്. ഇവിടെ എവിടെ നോക്കിയാലും എങ്ങോട്ട് തിരിഞ്ഞാലും കച്ചവടത്തിരക്കിന്റെ ഒരു കെങ്കേമമായ ഒരു ഒഴുക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. കാണാൻ മുഞ്ചുള്ള മനോഹരമായ കരകൗശല വിദ്യകൾ കണ്ടില്ലേ? അടിപൊളിയല്ലേ കാണാനായിട്ട്. വ്യാളിമുഖമുള്ള ട്രെയിനുകൾ വളഞ്ഞും പുളഞ്ഞും ആഹഹ അങ്ങനെ അങ്ങോട്ട് പായാണ്. അടിപൊളി ഉല്ലാസത്തിമിർപ്പ്. കുട്ടികൾക്ക് അങ്ങോട്ട് ഹരം പകരുന്ന റൈഡുകളുടെ ഒരു മേള പെരുക്കം തന്നെയാണ് ഇവിടെ. നട്ടുച്ച ആയാലും വെയിലിന് എത്ര ചൂടങ്ങോട്ട് കൂടിയാലും എന്തോ ആയിക്കോട്ടെ, സംഗതി ഇവിടെ ഉഷാറാണ്. ചാടാം, ഓടാം, അങ്ങനെ ഉല്ലസിക്കാം. പൂരത്തിന്റെ ഭാഗമായിട്ട് എക്സിബിഷൻ അങ്ങോട്ട് തകർപ്പനായിട്ടുണ്ട്. തുമ്പിച്ചിറക് വെച്ച് പാറി കളിക്കുന്ന സന്തോഷത്തോടെ കുട്ടിക്കൂട്ടങ്ങൾ ഇവിടെ ഹാപ്പിയാണ് ട്ടാ. ഇതോക്കിയേ വാളേന്തി നിൽക്കുന്ന യോദ്ധാവിനെ കണ്ടില്ലേ? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, അടിപൊളിയല്ലേ? ഇത് ഇത് അമ്പലത്തിന്റെ അതേ മാതൃകയിൽ തന്നെ ഒരുക്കിയതാണ് ട്ടാ. അമ്പലമാണെന്നൊക്കെ തോന്നിപ്പിക്കും നമ്മളെ. ഈ അമ്പലത്തിന്റെ മാതൃകയിൽ ഒരുക്കിയത് ഒരു ഗ്യാലറിയാണ് ട്ടാ. ഇത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒരുക്കിയ ഒരു ഗ്യാലറിയാണ്. ഇവിടെ അമൂല്യമായിട്ടുള്ള ചുമർ ചിത്രങ്ങളും ഓർമ്മകളിൽ ഇടം പിടിച്ച ഫ്രെയിം ചെയ്ത ഫോട്ടോകളും മനോഹരമായ ശില്പങ്ങളും മുഖാവരണങ്ങളൊക്കെ ഉണ്ട്. ജാമ്പവാന്റെ ശിരസിന്റെ ഒരു മുഖാവരണം ഇത് കണ്ടില്ലേ? ഇത് മുരാസുരന്റെയും പൂതനയുടെ ഒക്കെ മുഖാവരണമാണ് ഇവിടെ കാണുന്നതൊക്കെ. ഇത് ധർമ്മരാജാവ് യമധർമ്മന്റെ മുഖാവരണമാണ് ട്ടാ. കൃഷ്ണനാട്ടം കളിക്ക് വേണ്ടിയിട്ട് കഥാപാത്രങ്ങളായിട്ട് ഉപയോഗിക്കുന്ന മുഖാവരണമാണ് ഇവയെല്ലാം. ഈ കാഴ്ച മനോഹരമായിട്ടില്ലേ? ഭക്തവത്സലനായ ഗജവീരന്റെ മനോഹരമായ ശില്പവും ആപൽബാന്ധവനായ ഭഗവാന്റെ ശില്പവും ഇവിടെ കാണാം. നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ മിനിയേച്ചർ രൂപയോടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? എന്ത് രസവും നോക്കിയാൽ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. വർഷങ്ങളുടെ പഴക്കവും പ്രൗഢിയുമുള്ള വടക്കുന്നാഥ ക്ഷേത്രത്തിന് തനിമയോടാണ് ട്ടാ ഇവിടെ ഈ മിനിയേച്ചർ ഒരുക്കിയിരിക്കുന്നത്. ഇതൊരു ഒന്നൊന്നര നിർമ്മിതിയാണ് ട്ടാ. നമ്മുടെ പൂരത്തിന്റെ ആവേശമായിട്ട് അഴകായിട്ട് അങ്ങനെ കെട്ടി ഉയർത്തിയ ഗോപുരം സൂപ്പറായിട്ടില്ലേ? കവുങ്ങുകൾ നാട്ടി പടവുകളാക്കി തീർത്ത മാളികയാണിത്. കടലാസ് പൂവിന്റെ മനോഹാരിതയും ഈ ഗോപുരത്തിനകത്തുണ്ട്. ഇത് കണ്ടില്ലേ? അപ്പോൾ നമ്മൾ തൃശ്ശൂർ വന്നിട്ട് മനം നിറഞ്ഞ് പൂരവിളംബരം അങ്ങനെ കണ്ടു. പൂരത്തിന്റെ മണ്ണിലൂടെ അങ്ങനെ നടന്ന് നിറയെ കാഴ്ചകൾ കണ്ടു. അപ്പോൾ എല്ലാവരോടും നിറഞ്ഞ സ്നേഹം. നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ, ഓക്കേ.